സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. എല്ലാം കൊണ്ടും ഇറാൻ കടുത്ത നിലപാടിലാണ്. ട്രംപിന് മുന്നിൽ എന്തു വന്നാലും കീഴടങ്ങില്ല. ഒരു വശത്ത് ഇസ്ലാമാബാദ് ചർച്ചയ്ക്കില്ല എന്നുള്ള നിലപാട് ഇറാൻ എടുക്കുന്നു. മറുവശത്ത് ഹോർമൂസിലെ ട്രംപിന്റെ ഉപരോധത്തെ ഇറാൻ വീണ്ടും തകർക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള ഏതൊരു കടുത്ത നീക്കത്തെയും നേരിടാൻ ഇറാൻ ഒരുങ്ങുന്നു എന്നാണ് സൂചന. ട്രംപ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും ഇറാനെ ചർച്ചയ്ക്ക് എത്തിക്കാൻ ഒരേ സമയം ഭീഷണിയും സമ്മർദ്ദവും തുടരുകയാണ്. വെടിനിർത്തൽ നീട്ടില്ല എന്നാണ് ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി. ഇറാനുമായി കരാറായാൽ ഒപ്പിടാൻ താൻ നേരിട്ട് പാകിസ്ഥാനിൽ എത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഭീഷണിയുടെ നിഴലിലുള്ള ചർച്ചയ്ക്കില്ല എന്നാണ് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയം വരെ ഇറാന്റെ നിലപാട്. ഈ തീരുമാനത്തിൽ ഇറാൻ ചിലപ്പോൾ മാറ്റം വരുത്തിയേക്കാം എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പരമോന്നത നേതാവ് മുജ്തഫ ഖമനേയി ചർച്ചയ്ക്ക് പോകാൻ ഇറാൻ നേതാക്കൾക്ക് പച്ചക്കൊടി കാട്ടിയെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ചർച്ചയ്ക്ക് പോകണമെന്ന് ഇറാനെ നിർബന്ധിക്കുന്നുണ്ട്. പാകിസ്ഥാനും കനത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഹോർമൂസിലെ ഉപരോധത്തെ മറികടന്ന് ഇറാൻ എണ്ണ ടാങ്കർ അവരുടെ തുറമുഖത്തെത്തിയത് നിർണായകമായ ഒരു കാര്യമായി. അമേരിക്കൻ നേവിയെ വെല്ലുവിളിച്ച് ഇറാൻ നാവികസേന കപ്പലിന് അകമ്പടി സേവിച്ചത് കടലിടുക്കിൽ ആശങ്കയുടെ മണിക്കൂറുകളും സമ്മാനിച്ചു. ഇറാൻ ഈ നീക്കത്തിലൂടെ രണ്ട് കൃത്യമായ സന്ദേശമാണ് അമേരിക്കയ്ക്ക് നൽകുന്നത്. ഒന്ന്, ഹോർമൂസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല. രണ്ട്, വേണ്ടി വന്നാൽ അമേരിക്കൻ സേനയെ നേരിടാൻ ഇറാൻ നാവികസേന ഇറങ്ങും. അതായത് അതീവ സങ്കീർണ അവസ്ഥയിലേക്ക് നീങ്ങുന്ന പശ്ചിമേഷ്യയിലെ ഏറ്റവും പുതിയ സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. ആദ്യം പാകിസ്ഥാനിലെ ചർച്ചയുടെ കാര്യത്തിൽ ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് പരിശോധിക്കാം. അമേരിക്കയുടെ ഭീഷണികൾക്കിടയിൽ ചർച്ചകൾക്ക് ഇല്ല എന്നാണ് ഇറാന്റെ ചീഫ് നെഗോഷിയേറ്റർ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുന്ന സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഗാലിബാഫ് പറയുന്നത്. ട്രംപ് യുദ്ധം പുനരാരംഭിക്കുകയാണെങ്കിൽ നേരിടാൻ തങ്ങളുടെ പക്കൽ പുതിയ തന്ത്രങ്ങളുണ്ടെന്നും ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകുന്നു. ചർച്ചകളിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായിയും അറിയിക്കുന്നത്. ചരക്ക് കപ്പലായ തൗസ്ക പിടിച്ചെടുത്തതും ഹോർമൂസിലെ നാവിക ഉപരോധവുമാണ് ഇറാൻ ചർച്ചയിലേക്കില്ല എന്നുള്ള കടുത്ത നിലപാട് എടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കപ്പലും അതിലെ നാവികരെയും ഉടൻ വിട്ടയക്കണമെന്നാണ് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതായത് ചർച്ചകൾക്കുള്ള സാധ്യത ഇറാൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എങ്കിലും അമേരിക്കൻ നടപടികളിലുള്ള കടുത്ത വിയോജിപ്പും പ്രതിഷേധവുമാണ് ഇറാൻ നേതാക്കളുടെ വാക്കുകളിലൂടെ പുറത്തേക്ക് വരുന്നത്. ഇത് ഇറാന്റെ ഒരു ഡിപ്ലോമാറ്റിക് സമ്മർദ്ദ തന്ത്രം എന്നാണ് പലരും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ അവസാന നിമിഷം ചർച്ചയ്ക്ക് പോകുമെന്നാണ് പല വിശകലന വിദഗ്ധരും പറയുന്നത്. ഇറാനെ ചർച്ചയ്ക്ക് എത്തിക്കാൻ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അവസാന നിമിഷം എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഭരണ നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമത്തിലാണ് പാക് സൈനിക മേധാവിയും ട്രംപിന്റെ ഏറ്റവും അടുത്ത ആളുമായ അസീം മുനീറും സംഘവും ഉള്ളത്. തൗസ്ക കപ്പലും ജീവനക്കാരെയും വിട്ടു നൽകാൻ അമേരിക്ക ഒടുവിൽ തയ്യാറാകും എന്നുള്ള സൂചനകളും പുറത്തുവരികയാണ്. അതിനുവേണ്ടിയാണ് ഇറാൻ ഇപ്പോൾ ഈ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുന്നത് എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ഇറാൻ പരമോന്നത നേതാവ് പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് പോകാൻ ഇറാൻ ഭരണ നേതൃത്വത്തിന് അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്നാൽ ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. കപ്പൽ വിട്ടു നൽകാതെയും ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും ചർച്ചയ്ക്ക് പോകുന്നത് അപമാനകരമാകും എന്നാണ് ഒരു വിഭാഗം ഇറാൻ നേതാക്കളുടെ നിലപാട്. അമേരിക്കൻ ഭീഷണികൾക്കിടയിൽ ചർച്ചയ്ക്ക് പോകുന്നത് സുരക്ഷിതമല്ല എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ഇറാന്റെ വിപ്ലവ സേന നേതൃത്വവും പറയുന്നത്. ഈ രീതിയിലാണ് ഇറാൻ നേതൃത്വത്തിലെ ചർച്ചകൾ നടക്കുന്നത്. അതായത് ഒരു വിഭാഗം വാദിക്കുന്നത് ചർച്ചകളിലേക്ക് പോകാം എന്നാണ്. എന്നാൽ മറ്റൊരു പ്രബല വിഭാഗം പറയുന്നത് ഈ ഭീഷണികൾക്കിടയിലും ഇങ്ങനെയുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾക്കിടയിലും മാത്രമല്ല കപ്പൽ വിട്ടു നൽകാത്ത സാഹചര്യത്തിലും ചർച്ചയ്ക്ക് പോകുന്നത് എത്രത്തോളം സുരക്ഷിതമാകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ്. ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടു നിൽക്കുന്നുവെങ്കിൽ കടുത്ത സൈനിക നീക്കം ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ബുധനാഴ്ച അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടില്ല എന്നും CNBCക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറയുന്നു. ഉടൻ ഇറാൻ ഒരു മികച്ച കരാറിൽ എത്തണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇറാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നേരിടേണ്ടി വരുമെന്നും സൈന്യം ഏത് നിമിഷവും ആക്രമണത്തിന് തയ്യാറായി നിൽക്കുകയാണ് എന്നും ട്രംപ് ഭീഷണി മുഴക്കുന്നു. ഹോർമൂസിലെ ഉപരോധം ഇറാൻ കരാറിൽ ഏർപ്പെടുന്നതുവരെ പിൻവലിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. അതായത്
അമേരിക്ക എന്തൊക്കെയോ മുന്നിൽ കണ്ടുള്ള നീക്കം, അതായത് ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയോ മുന്നിൽ കണ്ടുള്ള നീക്കം നടത്തുന്നു എന്നുള്ളതാണ് ഈ ഭീഷണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് കരസേനയെ കൊണ്ടുള്ള ഒരു ആക്രമണം ഇറാനിലേക്ക് നടത്തിക്കുമോ എന്നുള്ള ചില വിലയിരുത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട്. അതിനിടെ ഇറാനുമായി ഒരു കരാറായാൽ അത് ഒപ്പിടാൻ ട്രംപ് നേരിട്ട് പങ്കെടുക്കുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. ട്രംപ് നേരിട്ട് പാകിസ്ഥാനിൽ എത്തുകയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയോ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഒരു കരാർ ഒപ്പിടുകയാണെങ്കിൽ ഞാൻ പോയേക്കാം, അവർക്ക് എന്നെ ആവശ്യമാണ് എന്നാണ് ട്രംപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതായത് അത്രത്തോളം പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് ട്രംപ് ഇറാനുമായുള്ള കരാറിനെ, ചർച്ചകളെ ഒക്കെ നോക്കിക്കാണുന്നത് എന്നത് വ്യക്തമാണ്. അത് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഇറാൻ സമ്മർദ്ദം തുടരുന്നത്. ട്രംപിൻ്റെ ഭീഷണികളെല്ലാം വെറുതെയാണ് എന്നാണ് ഇറാൻ്റെ നിലപാട്. ഇതിലും വലിയ ഭീഷണി ട്രംപ് മുഴക്കിയിട്ടുണ്ടെന്നും അതെല്ലാം എന്തായെന്നും ഇറാൻ നേതൃത്വം ചോദിക്കുന്നു. അതായത് ട്രംപ് ഇങ്ങനെ ഭീഷണി മുഴക്കിക്കൊണ്ടേയിരിക്കും, പക്ഷേ അതിലേക്ക് വഴങ്ങേണ്ട, ട്രംപ് താഴേക്ക് വരും എന്നുള്ളതാണ് ഇറാൻ നേതൃത്വം വിശ്വസിക്കുന്നത്. ഇതിനിടെയാണ് ഇറാൻ നാവികസേന ട്രംപിൻ്റെ ഹോർമൂസ് ഉപരോധത്തെ വെല്ലുവിളിച്ച് ഇറാൻ എണ്ണക്കപ്പൽ ഗാർഗ് ദ്വീപിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചത്. അമേരിക്കൻ നേവിയുടെ മുന്നറിയിപ്പുകൾക്ക് പുല്ലുവില കൊടുത്തുകൊണ്ടായിരുന്നു ഇറാൻ നാവികസേനയുടെ നീക്കമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിലി സിറ്റി എന്ന ഇറാനിയൻ എണ്ണ ടാങ്കറാണ് ഉപരോധത്തെ തകർത്തതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ IRIB റിപ്പോർട്ട് ചെയ്യുന്നു. ഈ എണ്ണ ടാങ്കർ ചൈനയിൽ നിന്നാണ് വന്നത്. എണ്ണയുമായിട്ടാണോ ഈ ടാങ്കർ വന്നത്, അതോ എണ്ണ കയറ്റാനാണോ, ഇറാൻ തുറമുഖത്ത് നിന്ന് എണ്ണ കയറ്റാനാണോ വന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അറബിക്കടലിൻ്റെ ഭാഗത്ത് എത്തിയപ്പോഴാണ് ഇറാൻ നാവികസേന ഈ കപ്പലിന് അകമ്പടി കൊടുത്തത്. അമേരിക്കൻ നാവികസേനയുടെ ടാസ്ക് ഫോഴ്സിൽ നിന്നുള്ള ഒന്നിലധികം ഭീഷണികൾ കപ്പലിനെതിരെ ഉണ്ടായി. പക്ഷേ ഇറാൻ നാവികസേന ഒപ്പമുള്ളതുകൊണ്ട് അമേരിക്കൻ നേവി മറ്റ് നടപടികളിലേക്ക് കടന്നില്ല എന്നാണ് റിപ്പോർട്ട്. സിലി സിറ്റി സുരക്ഷിതമായി ഇറാന്റെ പ്രാദേശിക ജലപരിധിയിൽ പ്രവേശിച്ചു എന്നാണ് IRIB റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കപ്പൽ ഇപ്പോൾ ഇറാന്റെ തെക്കൻ തുറമുഖങ്ങളിലൊന്നിൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. എണ്ണക്കപ്പലിന് അകമ്പടി സേവിച്ച നടപടിയിലൂടെ ഹോർമൂസ് ഉപരോധം മറികടക്കാൻ എന്തും ചെയ്യുമെന്നുള്ള സന്ദേശമാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. സിലിസിറ്റിയെ ഇറാൻ തീരത്ത് എത്തിച്ചത് ഇറാന്റെ വലിയ നേട്ടമായും അവർ കാണുന്നു. അതേസമയം ഈ സിലിസിറ്റി ഹോർമൂസ് ഉപരോധം മറികടന്നതിൻ്റെ ക്ഷീണം തീർക്കാനായി അമേരിക്കൻ നാവികസേന ഇറാൻ ബന്ധമുള്ള മറ്റൊരു കപ്പൽ അന്താരാഷ്ട്ര സമുദ്രപാതയിൽ വെച്ച് പിടിച്ചെടുത്തു. ഇറാനുമായി ബന്ധമുള്ള ടിഫാനി എന്ന എണ്ണ ടാങ്കറിനെയാണ് പിടിച്ചെടുത്തതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. 2 ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ വഹിക്കാൻ ശേഷിയുള്ള ഈ കപ്പൽ ശ്രീലങ്കയ്ക്ക് സമീപമാണ് അവസാനമായി കാണപ്പെട്ടത്. സിംഗപ്പൂരിലേക്കാണ് ഈ കപ്പൽ പോയത്. ഇറാനെ പിന്തുണയ്ക്കുന്ന നിയമവിരുദ്ധ ശൃംഖലകളെ തടയാൻ ലോകത്തെവിടെയും ഇത്തരം നടപടികൾ തുടരുമെന്നാണ് അമേരിക്കൻ നേവിയുടെ ഭീഷണി. മാത്രമല്ല സിലിസിറ്റി തിരിച്ചു പോകുമ്പോൾ, അതായത് ഇറാൻ തുറമുഖത്ത് നിന്ന് തിരിച്ചു പോകുമ്പോൾ തടയുമെന്നും അമേരിക്കൻ നേവി പറയുന്നു. പാകിസ്ഥാനിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ചർച്ചയുടെ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ ഇറാൻ കടുത്ത നിലപാട് തുടർന്നാൽ എന്തും സംഭവിക്കാമെന്നാണ് ട്രംപ് ഭീഷണി മുഴക്കുന്നത്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കുമെന്നും ട്രംപ് പറയുന്നു. ഇറാനും എന്തും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറുടെ എക്സ് പോസ്റ്റ് എന്നും നിരീക്ഷകർ പറയുന്നു. തങ്ങൾ കീഴടങ്ങാൻ പോകുന്നില്ല എന്നും സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്കില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുകയാണ് എങ്കിൽ നേരിടാൻ തങ്ങൾ നിരവധി സർപ്രൈസുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും കാലിബാഫ് എക്സ് പോസ്റ്റിലൂടെ പറയുന്നു. ഇറാന്റെ പ്രധാന സൈനിക കമാൻഡ് ആയ ഖാത്തമുൽ അൻബിയ ആസ്ഥാനവും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സാധ്യമായ ആക്രമണത്തെ നേരിടാൻ തങ്ങൾ പൂർണ്ണ സജ്ജരാണ് എന്നാണ് അൻബിയ ആസ്ഥാനം പറയുന്നത്. അമേരിക്കയുടെയോ ഇസ്രയേലിൻ്റെയോ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇറാൻ തന്നെ വിലയിരുത്തുന്നത്. വീണ്ടും കാര്യങ്ങൾ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് തുർക്കിയും പാകിസ്ഥാനും ഒമാനും അങ്ങനെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളെല്ലാം നോക്കുന്നത്. ഇറാനെയും അമേരിക്കയും കുറ്റപ്പെടുത്തിയാണ് ഫ്രാൻസ് രംഗത്തെത്തിയത് എങ്കിലും സമാധാനം വേണമെന്നുള്ള നിലപാടാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സ്വീകരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ നിലവിലെ സംഘർഷാവസ്ഥയിൽ അമേരിക്കയ്ക്കും ഇറാനും ഒരുപോലെ തെറ്റുപറ്റിയെന്നാണ് മാക്രോൺ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും ശാന്തരാകണമെന്നും നിലവിലെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മാക്രോൺ പറയുന്നു. അതേസമയം അമേരിക്ക ചർച്ചകളെ ആക്രമണത്തിനുള്ള ഒരു മറയായി ഉപയോഗിക്കാമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് റഷ്യ ഇറാന് കൊടുക്കുന്നത്. ഇറാനെ ഇപ്പോഴും ചർച്ചയ്ക്കായി പ്രതീക്ഷിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രതികരിക്കുന്നത്. ഇറാന്റെ ഔദ്യോഗിക പ്രതികരണം ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നാണ് പാകിസ്ഥാൻ വാർത്താവിനിമയ മന്ത്രി അത്താഉള്ള തരാർ പറയുന്നത്. ഇറാൻ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. എങ്കിലും ഇപ്പോഴും നയതന്ത്രത്തിൻ്റെയും ചർച്ചയുടെയും പാതയാണ്
എല്ലാവരും ഉറ്റുനോക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 3 സാധ്യതകളാണ് എനിക്ക് അവസാനമായി പറയാനുള്ളത്. ഒന്നുകിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ലെങ്കിൽ കൂടി ഇറാൻ ചർച്ചയിലേക്ക് പോകും. അത് പശ്ചിമേഷ്യയുടെ വിശാലമായ താല്പര്യം പരിഗണിച്ചായിരിക്കും. അല്ലെങ്കിൽ അമേരിക്ക ചരക്ക് കപ്പൽ വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തും. അങ്ങനെ ഇറാൻ ചർച്ചയിൽ പങ്കെടുക്കും. മൂന്നാമത്തെ സാധ്യത, ഇറാൻ കടുത്ത നിലപാട് തുടരും. അതായത് അമേരിക്കയിൽ നിന്ന് ആക്രമണം ഉണ്ടാകുന്നു എങ്കിൽ അത് ഉണ്ടാകട്ടെ എന്നുള്ള കടുത്ത നിലപാട് തന്നെ ഇറാൻ തുടരും. ഇതാണ് ഈ വീഡിയോ തയ്യാറാക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം. ഈ സാഹചര്യങ്ങൾ ഒരുപക്ഷെ മറിഞ്ഞേക്കാം. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ലോകക്രമം നിൽക്കുന്നത്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പേജ് 10 സ്റ്റോറീസ് വീഡിയോകൾ വാട്സപ്പിൽ കിട്ടാൻ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കുകൾ ക്ലിക്ക് ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിലോ വാട്സപ്പ് ചാനലിലോ അംഗമാകാം. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.